നമസ്കാരം. വീണ്ടും മണിപ്പിച്ച് മലയാളം യൂട്യൂബ് ചാനൽ നിങ്ങളൊക്കെ കാണുന്നതിൽ എനിക്ക് വളരെ സന്തോഷം. ഇന്ന് ആക്ച്വലായിട്ട് മാർക്കറ്റ് കുറച്ച് ഇറങ്ങിയിരിക്കണം. പക്ഷേ അതിനെ ഉയർത്തിയിട്ടുണ്ട്. ഇങ്ങനെ അതിനെ ഉയർത്തിയിരിക്കുമെന്നാൽ നിങ്ങളുടെ കാശിനെ വെച്ച് തന്നെ പബ്ലിക് സെക്ടർ ബാങ്കിനെ വെച്ചാണ് തൂക്കിയിരിക്കുന്നത്. എല്ലാ പബ്ലിക് സെക്ടർ ബാങ്കും ഏറിയിരിക്കുന്നു. ഇത് കാരണം മാർക്കറ്റും ഏറിയിരിക്കുന്നു. ബാങ്ക് നിഫ്റ്റീന് 600 പോയിന്റ് ഏറ്റിരിക്കുന്നു. ഓൺലി യൂസിങ് പബ്ലിക് സെക്ടർ ബാങ്ക്. ഇതുപോലത്തെ ബാങ്ക് എന്ന കാര്യം പറയാം. BR ഷെട്ടിന് UAEയിൽ ഹെൽത്ത് കെയർ ബിസിനസ്സിൽ ഹെവി ലോസ് കോർട്ട് നോട്ടീസ് ഇരിക്കുന്നു. അബുദാബിയിൽ ചെല്ലാതെ ബാങ്കുകളാണ് ഒളിഞ്ഞിരിക്കുന്നത്. അവർക്ക് തന്നിട്ട് ബാങ്ക് ഓഫ് ബറോഡ ഇത് ഗ്യാരണ്ടി കൊടുത്തിരിക്കുന്നു. ഇപ്പം UAE ബാങ്ക് എന്ത് പറഞ്ഞിരിക്കുന്നു എന്നാൽ 6500 കോടി നിങ്ങൾ പബ്ലിക് സെക്ടർ ബാങ്കിൽ ഡെപ്പോസിറ്റ് വച്ചിരിക്കുമ്പോൾ ബാങ്ക് ഓഫ് ബറോഡ കൊടുക്കണം എന്ന് പറഞ്ഞിരിക്കുന്നു. 600 ബില്യണോ എന്തോ ഒരു എമൗണ്ടിന് 6500 കോടിക്ക് ഈക്വലൻ്റ് ആയിട്ട് ഒരു അക്കൗണ്ടിന് ബാങ്ക് ഓഫ് ബറോഡ സെറ്റിൽ ചെയ്തിരിക്കുന്നു. നിങ്ങളെ കാശ് ലാസാണ്, ഇതുകൊണ്ട് സെറ്റിൽ ചെയ്തെന്ന് ബാങ്ക് ഓഫ് ബറോഡ ചോദിക്കുവാണെങ്കിൽ ഇത് നാളെ ഒരു വലിയ ലീഗൽ മാറ്റർ ആവും. ലീഗൽ മാറ്ററിനെ അവോയ്ഡ് ചെയ്യാൻ നല്ല ഫൈനൊക്കെ കെട്ടിക്കൊണ്ട് ഇങ്ങനെ ഇരിക്കുന്നു. ആരിങ്ങനെ ചെയ്തു, ഇതിനാ ചെയ്തതെന്ന് ചോദിക്കാൻ പറ്റൂല. BR ഷെട്ടി അബുദാബിയിൽ ഇരിക്കുമ്പോൾ അല്ല നല്ല കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്, ഓയിലൊക്കെ കെട്ടിയിട്ടുണ്ട്, ആരൊപ്പം ചേർന്ന് ചുറ്റിക്കൊണ്ടിരുന്നു എന്ന് നെറ്റിൽ PR ഷെട്ടി ടെമ്പിൾ മിടുവാണെങ്കിൽ പടംപുറമായിട്ട് വരും. നിങ്ങൾ തന്നെ നോക്കിക്കോ. ഇതുമാതിരി ബാങ്ക് തൊഴിൽ നടക്കുന്ന സമയങ്ങളിൽ ഈ ബാങ്ക് പിന്നെ രാജേഷ് എക്സ്പോർട്സിന് 100 കോടി കൊടുത്തത് കാനറ ബാങ്കാണ്. ഏത് പ്രൈവറ്റ് സെക്ടർ ബാങ്കും കൊടുത്തില്ല. ബാങ്ക് ഓഫ് ബറോഡ കാനറ ബാങ്കൊക്കെ ഇന്ന് ഏറ്റിയിരിക്കുന്നു. നിങ്ങളെ മ്യൂച്വൽ ഫണ്ട് ആക്റ്റീവ് മ്യൂച്വൽ ഫണ്ട്സ് ഇത് കാരണം എന്താകുമെന്ന് നിങ്ങൾ തന്നെ തീരുമാനിച്ചോ. നാട്ടു നടപ്പ് ഇങ്ങനെയാണ് ഓടിക്കൊണ്ടിരിക്കുന്നത്. ഇത് കാരണം ഈ റാലി ഫാൾസ് റാലിയാണ് എന്നതിനെ നമ്മൾ മനസ്സിലാക്കണം. ഫാർമ 1.5% ഏറിയിരിക്കുന്നു. പക്ഷേ ഫാർമയിൽ ഇരിക്കുന്ന മുഖ്യ സ്റ്റോക്ക് ഡോക്ടർ റെഡ്ഡി 5% ഡൗൺ ആണ്. വൈകുന്നേരം അതിൻ്റെ റിസൾട്ട് അറിയിക്കാൻ പോകുന്നു. എമിഗ്ലൂട്ടഡ് പ്രോഡക്റ്റിൽ ഒരു ആക്റ്റീവ് ഇൻഗ്രീഡിയൻറ്റിന് ഗ്രേറ്റർ 4 ചോദ്യങ്ങൾ ചോദിച്ചിരിക്കുന്നു. നമ്മൾ എന്ത് ചെയ്യണം ഇതുപോലത്തെ ഒരു സിറ്റുവേഷനിൽ? എന്നാൽ ട്രബിൾ ബൈ എന്ന് പറയുമ്പോൾ ഫൺ കോഫി റേഞ്ചിൽ 1, 2 എന്ന് നിങ്ങൾ നോക്കി കൺസിഡർ ചെയ്യണം. അല്ല KTITനെ ഇന്ന് ഇറക്കിയിരിക്കുന്നു. ഇത് കാരണം ഓവറോളായിട്ട് ആക്ച്വലി നമുക്ക് കൺസിഡർ ചെയ്യാൻ ഒരുപാട് ഇരിക്കുന്നു. 2 എന്നും സമയം കിട്ടുമ്പോൾ നോക്കുന്നത് കൊള്ളാം. ഞാൻ കല്യാൺ ജുവല്ലേഴ്സിനെ കുറിച്ച് ഹോക്കി എന്ന് പറഞ്ഞായിരുന്നു. ഇതെല്ലാം 7% പ്ലസ്, ഇപ്പോൾ 16% പ്ലസ്, 8% വീഴുന്നു, 23% ഏറിയിരിക്കുന്നു. ഓവറോളായിട്ട് നമുക്ക് പോസിറ്റീവായിരിക്കുന്നു. കല്യാൺ ജുവല്ലേഴ്സ്. സൺഫാർമ 2.25% ഇന്ന് ഏറിയിരിക്കുന്നു. ഡസൻ ബാങ്ക് 1.8% ഇന്ന് ഏറിയിരിക്കുന്നു. ഇന്ന് നാറ്റ്കോ ഏറിയിരിക്കുന്നു. ഇഡസ് ലൈഫ് സയൻസസും ഏറിയിരിക്കുന്നു. ഗമ്മയിൽ കൊടിക്കട്ടി പറന്ന് 7000 ക്രോസ് ചെയ്താണ് പറന്നുകൊണ്ടിരിക്കുന്നത്. സോ ഓവറോളായിട്ട് മാർക്കറ്റ് നമുക്ക് പോസിറ്റീവായും കൈൻഡായും ഇരിക്കുന്നു എന്നതിന് നമ്മൾ മനസ്സിലാക്കണം. പബ്ലിക് സെക്ടറിനെ എന്തുകൊണ്ട് അവോയ്ഡ് ചെയ്യുന്നു എന്നതിന് നിങ്ങൾക്ക് മുമ്പേ തന്നെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തായിരുന്നു. ഇന്ന് അവിവാവ ഒരു ന്യൂസിനെ വിട്ടിരിക്കുന്നു. ഇന്ത്യയിൽ റൂൾസിനെ മാറ്റി കമ്പനി 100% വന്ന് ഈ കമ്പനി ഓണറായുന്നത് കമ്പനി അവീവ എന്ത് ചെയ്തു എന്നാൽ ഡാബറിൽ ജാം ചെയ്യുന്ന കമ്പനിയാണ്. ഫ്രഞ്ചിനെ കമ്പനിയിൽ പാർട്ട്ണർഷിപ്പായിരുന്നു. 28% വച്ചിട്ടുണ്ടായിരുന്നു. 28 ലക്ഷത്തിന് മാർക്കറ്റിൽ കൊടുത്ത് ക്യാഷാ വാങ്ങി. ആഭരണം നല്ല പ്രോഫിറ്റോടെ എടുത്തു. വിവ 100% ഓണറായിട്ട് മാറിയിരിക്കുന്നു. അയുവയ്ക്ക് 100% ഓണർഷിപ്പ് ഓഫ് ഈ സ്റ്റോക്ക് അവർ ഇന്ത്യൻ സബ്സിഡറി കിട്ടി. അവിവയുടെ 100% സബ്സിഡറി ആയിട്ട് മാറിയിരിക്കുന്നു നമ്മൾ അവീവ ഇന്ത്യ. എല്ലാവരും ഇന്നൊരു ന്യൂസ് എന്തെന്ന് നോക്കിയാൽ പുറത്ത് മട്ടിൽ അതിനാ ഈ ഗോൾഡ് താഴെ ഇറങ്ങുന്ന സമയം ഒരു 20 ടൺ ഗോൾഡിനെ വാങ്ങി അകത്തിട്ടിരിക്കുന്നു. അതേസമയം റഷ്യക്ക് ഭയങ്കര കഷ്ടമായിട്ടുണ്ട്. കാരണം റഷ്യ എന്ത് ചെയ്തിരിക്കുന്നു എന്നാൽ ഗോൾഡിനെ വിറ്റുകൊണ്ടേയിരിക്കുന്നു. ഇതിൻ്റെ ടോട്ടൽ കോമണൻറ്റ് 300 ബില്യണിന് കുറവായിട്ട് ആദ്യത്തെ പ്രാവശ്യം റഷ്യയിൽ ചെന്നിരിക്കുന്നു. റഷ്യയിൽ ഇപ്പോൾ ഡീസലിൻ്റെ വില ഷോർട്ടേജ് ആണ്. എന്ന് വെച്ചാൽ യുക്രൈനിൽ ഡ്രോൺസിനെ വെച്ച് എല്ലാ സ്ഥലങ്ങളെയും അടിച്ചുകൊണ്ടേയിരിക്കുന്നു. ഇന്ത്യയിൽ റാസൻ സോഫ്റ്റിൻ്റെ പ്ലാന്റ് വന്നിരിക്കുന്നു, പഴയ SR പ്ലാന്റ്. ഇതിലിരുന്ന് ഡീസൽ റഷ്യക്ക് ചെന്നുകൊണ്ടിരിക്കുന്നു എന്നൊരു ന്യൂസ് വന്നിരിക്കുന്നു. നമ്മളെ ഗുരുജി മിനിസ്റ്റർ എന്ത് പറയുന്നു എന്നാൽ
ഞങ്ങൾ കയറ്റി അയച്ചില്ല. ഞങ്ങൾ ഡെസ്റ്റിനേഷൻ റഷ്യ എന്നിട്ട് അയച്ചില്ല. ഇന്റർനാഷണൽ മാർക്കറ്റിൽ സെയിൽ നടന്നിരിക്കാം, പോയിരിക്കാം. എനിക്ക് ഇതിനെക്കുറിച്ച് അറിയില്ല എന്ന് പറയുന്നു. ഒക്കെയാണ് തിരിച്ചും മറിച്ചും ഉത്തരം പറയുന്നത്. അതുകൊണ്ട് ഈ തിരിച്ചും മറിച്ചും ഉത്തരം വരുന്നത് എന്നാൽ ഇവിടെയാണ് തിരികെ മൂടിയതിൻ്റെ ശേഷം റഷ്യയുടെ അടുത്ത് ചോദിച്ചാണ് നമുക്ക് ഓയിൽ വരുന്നത്. റഷ്യൻ ഇമ്പോർട്ട്സ് ഇന്ത്യയിൽ കൂടുതലുണ്ട്. കാരണം ആ ഓയിൽ നമുക്ക് ആവശ്യപ്പെടുന്ന കാരണം നമ്മൾ കണ്ടുകാതെ ഒരു സൈഡിൽ ഓടിക്കൊണ്ടിരിക്കുന്നു എന്നത് നമ്മൾ നോക്കണം. ഇന്ന് വൈകുന്നേരം PCSന്റെ റിസൾട്ട് വരാൻ പോകുന്നു. ന്യൂസ് എങ്ങനെ ഇരിക്കും എന്നതിനെ മാർക്കറ്റ് നോക്കുന്നു. നമ്മൾ പ്രതീക്ഷിക്കുന്നതിനെക്കാട്ടിലും കുറച്ച് കുറഞ്ഞാൽ കൂടെ ഇന്ന് രാവിലെ ധർമാടി അടിക്കും. ഇവരെ മാത്രം അടിക്കൂല, കൂടെ ഇരിക്കുന്ന എല്ലാവരെയും ചേർത്ത് ധർമാടി അടിക്കും. അപ്പോൾ ഇതിനെ കെയർഫുള്ളായിട്ട് ഹാൻഡിൽ ചെയ്യണം എന്നതാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ. ഇതാണ് ഇന്നുള്ള മുഖ്യ വാർത്ത. അതോറിറ്റിക്ക് ഒരു ചെറിയ പ്രോബ്ലം. പിന്നെ ചൈന വാങ്ങിക്കൊണ്ടേയിരിക്കുന്നു. RBI എന്ത് പറഞ്ഞിരിക്കുന്നു എന്നാൽ ഊരിലിരിക്കുന്ന കമ്പനിയെങ്കിൽ 100% കാശ് വാങ്ങി 100% കൊലാറ്ററൽ ചെയ്താൽ തന്നെ അടുത്ത കളിക്കാൻ ക്യാപിറ്റൽ ഇന്റർമീഡിയറ്റിൽ കാശ് കൊടുക്കണമെന്ന് പറയുന്നു. ജെയിംസ് സ്ട്രീറ്റ് കളിക്കുമ്പോൾ ഓയർ മാർജിൻ വെച്ച് ചെയ്യാം. എന്ത് പറയുന്നു എന്നാൽ സ്ട്രീറ്റ് എവിടെയെങ്കിലും നീ ഓടിപ്പോ, എന്നാൽ തന്നെ എനിക്ക് സ്ട്രീറ്റ് കളക്ഷൻ ആവും. ഇങ്ങനെയെങ്കിലും ടേബിളിലെ ഇര്, റൂൾസേ ഇല്ല, എൻജോയ് എന്ന് പറഞ്ഞിരിക്കുന്നു. ഇത്താടെ നിന്നും സ്ട്രീറ്റിന് കമ്പനി വലുതായിരിക്കുന്നത് ചെയ്യാൻ പറ്റൂല എന്നതിന് വ്യക്തമായിട്ട് പറഞ്ഞിരിക്കുന്നു. മൊത്തത്തിൽ ഇന്ന് മാർക്കറ്റിൽ തന്നെ കയറിയിരിക്കുന്നേ അല്ലാതെ നിങ്ങളെ തന്നെ നിങ്ങൾ വിശ്വസിക്കാതെ നല്ല ഓപ്പർച്യൂണിറ്റി മിസ് ചെയ്യാതിരിക്കണം നല്ലതാണ്. ഇന്ന് നമ്മളൊപ്പം വിനോദുണ്ട്. വിനോദ് 2 ചോദ്യങ്ങൾ ചോദിക്കും, നമ്മൾ ഉത്തരം പറയാം. ഒരുപാട് ആൾക്കാർ എന്ത് ചോദിക്കുന്നെന്നാൽ ഇപ്പോൾ ഈ സ്വർണ്ണമാണ് ഞങ്ങളെ കണ്ണിൽ പെടുന്നു. ഗോൾഡ് വന്നിട്ട് ഇറാൻ US ചണ്ട വയ്ക്കുന്ന കാരണം നാഷണൽ മാർക്കറ്റിൽ നമ്മൾ ഗോൾഡ് കുറച്ച് കറപ്ഷൻ കണ്ടായിരുന്നു. ഇതിൽ പറയുന്നു ഇപ്പോൾ നിങ്ങൾ ചൈനയെ കുറിച്ചൊക്കെ പറയുന്നല്ലേ കറക്റ്റാ, ഇവിടെ തിരികെ വാങ്ങുന്നു പക്ഷെ റഷ്യയിൽ വിൽക്കുന്നു. ഷോർട്ട് ടേമിൽ ഗോൾഡ് എവിടെ പോകും എന്ന് നിങ്ങൾ ഫീൽ ചെയ്യുന്നു? ഷോർട്ട് ടേം ഗോൾഡ് വീഴും. കാരണം 2 വലിയ നെഗറ്റീവ് ഇരിക്കുന്നു. ഇറാൻ അമേരിക്കയ്ക്ക് വാർ ഇരിക്കുന്നു. കാരണം ഡോളർ സ്ട്രെങ്തനായ ഗോൾഡ് വീഴും. ഒരു കാര്യം എന്ത് നടക്കാൻ പോകുന്നു എന്നാൽ കാരണം വിലവാശി കൂടാൻ പോകുന്നു. വാശിയേറിയ കാരണം ഇൻട്രസ്റ്റ് റേറ്റ് കയറ്റേണ്ട ചാൻസ് വളരെ നന്നായിട്ടുണ്ട്. ഈ ഡബിൾ ഡീൽ കാരണം മാർക്കറ്റ് കുറച്ചായിട്ട് കറപ്റ്റ് ആവേണ്ട ചാൻസ് വളരെ കൂടുതലായിട്ടിരിക്കുന്നു. ഇതിലിരുന്ന് ഈ കല്യാൺ ടൈറ്റൻ പോലത്തെ കമ്പനിയൊക്കെ അഡ്വാൻറ്റേജ് ആയിട്ട് ഇരിക്കുമോ? ഒരേ അഡ്വാൻറ്റേജ് തന്നെ ഇരിക്കും. കാരണം 18-16 ക്യാരറ്റ് ഗോൾഡൊക്കെ ജനങ്ങൾ വാങ്ങാൻ തുടങ്ങിയിരിക്കുന്നു. അതും അല്ലാതെ സെയിൽസ് ഓൾറെഡി നന്നായിട്ട് പോകുന്നു. ഈ 2 മാസത്തിൽ റേറ്റ് കുറവായിരുന്നാലും ഈ കാരണം കൊണ്ട് എല്ലാവരും ഓടി വന്ന് വാങ്ങാൻ തുടങ്ങും. സോ ഇവരുടെ പെർഫോമൻസ് വന്നിട്ട് എലിവേറ്റഡ് ആയിരിക്കും. തങ്കമയിലിനും ഇരിക്കും, കല്യാണിനും ഇരിക്കും, പിന്നെ ടൈറ്റൻ. ഈ 3 ഇതിലും കല്യാണാണ് നമ്മൾ തൊടാൻ റേഞ്ചിൽ ഇരിക്കുന്നത്. മറ്റേതൊക്കെ ചുമ്മാ നമ്മൾ നോക്കാം, അത്രയും പറയാൻ പറ്റൂ. പിന്നെ ഈ TCS ആണ്. ഈ TCS ഭയങ്കരമായിട്ട് ഇറങ്ങിയിരിക്കുന്നു, കുറച്ച് വേദന കൂടുന്നു, എന്നൊക്കെ പറഞ്ഞിരിക്കുന്നു. എന്താണ് ഇന്ന് ഇതിങ്ങനെ? റിസൾട്ട് ഇന്നും വളരെ മോശമായിരിക്കും. സഫർ ആകാൻ പോസിബിലിറ്റീസ് കൂടുതലാണ്. റിസൾട്ട് നോക്കിയിട്ട് തന്നെ പറയും. കുറച്ച് അപ്സൈഡിൽ സർപ്രൈസ് ചെയ്താൽ കൂടെ 4-5% നാളെ കയറാൻ സാധ്യത കൂടുതലാണ്. TCSൽ വന്നിട്ട് പഴയ ഏർണിംഗ് ട്രാക്ക് റെക്കോർഡിനെ വെച്ച് നമുക്ക് നോക്കാൻ പറ്റൂല എന്ന് ഒരുപാട് പേര് പറഞ്ഞു. കാരണം മോഡൽ തന്നെ മാറി. പ്രോഫിറ്റബിൾ മോഡലാണ്. ഈ ഏജന്റിനെ റോബോട്ടെ വെച്ചുകൊണ്ട് മേക്കാൻ ഒരാളിനെ ഇടും. ഇത്രയും പെട്ടെന്ന് വരുമെന്ന് പറയാൻ പറ്റൂല. ടെക്നോളജി തീരുന്നു ചന്ദ്രശേഖരൻ പറഞ്ഞിട്ടുണ്ട്. ഹെഡിങ് ടുവേർഡ്സ് ദാറ്റ്. ഇപ്പോൾ എന്താകുമെന്നാൽ മാൻ പവർ സ്ട്രെങ്തൻ കുറയും, പ്രോഫിറ്റബിലിറ്റി പതിയെ കൂടും. സ്റ്റീൽ വന്നിട്ട് സ്ട്രോങ് ഓർഡർ പറഞ്ഞിരിക്കുന്നു. സ്റ്റീൽ സൈക്ലിംഗ് എവിടെ ഇരിക്കുന്നു എന്ന് നിങ്ങൾ ഫീൽ ചെയ്യുന്നു? നന്നായിട്ടുണ്ട്. അതും ടാറ്റ സ്റ്റീലിന്. നെതർലാൻഡിലും നന്നായിട്ടുണ്ട്. പക്ഷെ ഇംഗ്ലണ്ടിൽ കുറച്ച് മോശമാണ്. ഇവിടെ ഡിലേ ആയിക്കൊണ്ടേയിരിക്കുന്നു. ടാറ്റ മോട്ടോർ ജയിലർ അനൗൺസ് ചെയ്തിരിക്കുന്നല്ലോ 2.6 lakh crore. അതാണ് പ്രോബ്ലം ഇൻ ടാറ്റ മോട്ടോഴ്സ്. ഒരു കൊല്ലം പെർഫെക്റ്റ് ആയിട്ട് കാർ ഓട്ടുവാണെങ്കിൽ അടുത്ത കൊല്ലം ആ മോഡൽ ശരിയില്ല എന്ന് പറയും. അഡ്വർടൈസ്മെന്റ് ശരിയല്ല എന്ന് പറയും. വരുന്നതിന് ശേഷം തൂക്കി ആ കമ്പനിയിൽ ഇട്ടിരിക്കുന്നു. ഇപ്പോൾ ഇതിനെ ശരി ചെയ്യാൻ ഇനിയൊരു 2-3 years ആവും. അങ്ങനെ 2.6 lakh crore വന്ന് ഇൻവെസ്റ്റ്മെന്റ് ആവശ്യമെന്ന് ആ കമ്പനി പറഞ്ഞിരിക്കുന്നു. ടാറ്റ ഡോക്ടർ റെഡ്ഡി കുറിച്ച് പറഞ്ഞായിരുന്നു എന്തിറങ്ങിയെന്ന്. വന്നിട്ട് നാറ്റ്കോയിൽ ഒരു ഇമ്പോർട്ടൻറ്റ് ന്യൂസ് ഇരുന്ന കാരണം ഞാൻ ഇന്നലെ പറഞ്ഞതുപോലെ ഹാറ്റ്നോബ് എന്ന് പറയുന്ന കമ്പനിയിൽ ഓൾറെഡി മുമ്പേ കുറച്ച് ഷെയർ വച്ചായിരുന്നു. 400 കോടി എടുത്തുകൊണ്ട് പോയി. ഈ 49% ഇവർ വാങ്ങുന്നു. ഡിസ്ട്രിബ്യൂഷൻ കമ്പനി ബാറ്റ്മാൻ എന്തോ പേര്, അത് റിമൈനിങ് വച്ചിരിക്കുന്നു.
ഗോൾഡിനെ കുറിച്ച് സംസാരിച്ചതിലും ഒരു ചോദ്യം ഇരിക്കുന്നു. സിൽവറിൽ എന്ത് പ്രോബ്ലം എന്ന് ഞാൻ പറയാം. സിൽവറിൽ പ്രോബ്ലം എന്തെന്നാൽ ഇന്ത്യക്കും ഗോൾഡിനും ഡിഫറൻസ് ഇരിക്കുന്നു. ഇന്ത്യയിൽ ഇപ്പോൾ പ്രീമിയമിലാണ് ട്രേഡ് ആയിക്കൊണ്ടിരിക്കുന്നത്. പ്രീമിയമിൽ ട്രേഡായി 2,25,000 രൂപയ്ക്ക് ഫ്യൂച്ചേഴ്സ് മാർക്കറ്റിൽ ഇരിക്കുന്നെങ്കിൽ ഇന്റർനാഷണൽ പ്രൈസസിൽ ഇന്നും കുറവായിട്ടാണ് ഇരിക്കുന്നത് ആക്ച്വലാ നോക്കിയെങ്കിൽ. കാരണം സിൽവർ ഇമ്പോർട്ടിനെ ബാൻ ചെയ്ത കാരണം നിങ്ങൾ മാർക്കറ്റിൻ്റെ ഫോഴ്സസിനെ ഡിസ്ട്രാക്ട് ചെയ്ത് സിൽവറിനെ വന്നിട്ട് ആർട്ടിഫിഷ്യലി ഹയറാ വച്ചിരിക്കുന്നു. തുറന്നു വയ്ക്കുകയാണെങ്കിൽ സിൽവർ 2% ആളെ പോകാൻ വരെ സാധ്യത കൂടുതലാണ്. രണ്ട് ഇന്റർനാഷണൽ സ്റ്റോക്കിനെ കുറിച്ച് ചോദിക്കുന്നു സർ. ഒന്ന്, ഈ ഹോണ്ട വന്നിട്ട് ഇന്ത്യയിൽ 3,800 ജോബ്സ് അഗ്രീഡ് ഇപ്പോൾ ചെയ്യാൻ പോകുന്നു. അതായത് കപ്പാസിറ്റി എക്സ്പാൻഷൻ ചെയ്യുന്നതായിട്ട് പറയുന്നു. പിന്നെ ഹോണ്ട ജപ്പാനിൽ ഹോണ്ട നമ്മൾ ജപ്പാനിൽ ഒരുപാട് ദിവസം മുതൽ കൺസിഡർ ചെയ്തു. വളരെ എക്സ്പെൻസീവ് ആയിരിക്കുന്നു എന്ന് ഫീൽ ചെയ്യുന്ന. ഇപ്പോൾ ലേറ്റസ്റ്റ് ഞാൻ കണ്ടില്ല. ഓക്കെ, ലേറ്റസ്റ്റ് കണ്ടില്ല. ടൊയോട്ടയെ കുറിച്ച് എന്താണ് ഒപ്പീനിയൻ? ടൊയോട്ട ഇസ് ഓക്കെ, ടൊയോട്ട കൺസിഡർ ചെയ്യാം. ഹോണ്ടയെ കുറിച്ച് എനിക്ക് ക്ലിയർ ആയിട്ട് പറയാൻ അറിയാം, ബട്ട് ഡെഫിനറ്റ്ലി ക്യാൻ കൺസിഡർ ഹോണ്ട ആൾസോ. അപ്പോൾ ഇതാണ് ഇന്റർനാഷണൽ സ്റ്റോക്ക്. ടൊയോട്ട ഡെഫിനറ്റ് ആയിട്ട് കൺസിഡർ ചെയ്യാം. ഹോണ്ട വന്നിട്ട് റിസ്ക് എടുക്കാൻ വിചാരിക്കുന്നവരൊക്കെ റിസ്ക് എടുക്കാം. ചില ക്വിക്കായിട്ട് ഹോണ്ട ഇന്ത്യൻ മാർക്കറ്റിനെ ഡോമിനേറ്റ് ചെയ്യാൻ തുടങ്ങും, എസ്പെഷ്യലി ഇൻ 2 വീലറിൽ. നന്ദി, നമസ്കാരം. എല്ലാവർക്കും നമസ്കാരം. കൊച്ചുങ്ങളുടെ ഫിനാൻഷ്യൽ ലിറ്ററസി ബുക്ക് മണി ഫോർ നത്തിങ് എന്ന ഒരു 2ാമത് പാർട്ട്. ചെക്ക് എങ്ങനെയാണ് ഫില്ല് ചെയ്യണം, ഈ ഡെപ്പോസിറ്റ് ബില്ലൊക്കെ എങ്ങനെയാണ് ഫില്ല് ചെയ്യണം, ആശയം എങ്ങനെയാണ് എവോൾവ് ആയി വന്നു, ബാർട്ടറിലിരുന്ന് ഡിമോണിറ്ററൈസേഷൻ വരെയുള്ള കാര്യങ്ങളൊക്കെ കവർ ചെയ്തിട്ടുണ്ട് ഇതിൽ. ഇത് 10 മുതൽ 12 വയസ്സ് വരെയുള്ള കൊച്ചുങ്ങൾക്ക് ഇത് വളരെ യൂസ്ഫുൾ ആയിട്ടിരിക്കും. ഈ ബുക്കിന് ഇപ്പോൾ ഒരു സ്പെഷ്യൽ പ്രൈസിൽ 450 രൂപയ്ക്കാളെ കൊടുക്കും. നിങ്ങൾ ഇതിന് യൂസ് ചെയ്യാം. honeypage.com വെബ്സൈറ്റിനെ സബ്സ്ക്രൈബ് ചെയ്യാം. ഒരാഴ്ചയ്ക്ക് 4 പ്രീമിയം ആർട്ടിക്കിളും ഈ ആർട്ടിക്കിൾസ് ഒരു 10-15 ഇടുന്നു. ഇത് സബ്സ്ക്രിപ്ഷൻ മൂലം നിങ്ങൾ ഇതിനെ ഉപയോഗിക്കാം. ഒരു മാസത്തിന് വെറും 99 രൂപ മാത്രമാണ്. ഞാൻ പറയുന്ന കോൺസെപ്റ്റ്സിനൊക്കെ വളരെ എക്സ്പ്ലെയിൻ ചെയ്ത് നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിക്കാണ് ഇതിൽ ഇടുന്നത്. ഇത് നിങ്ങൾ വായിക്കുവാണെങ്കിൽ എനിക്ക് ഒരുപാട് പ്രയോജനം ഉണ്ടാകും. നന്ദി, നമസ്കാരം. കൊച്ചുമേക്ക് വേണ്ടി ഒരു പുസ്തകം ലോഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് വളരെ സക്സസ്ഫുൾ ആയിട്ടും പോയി. ആർക്കെങ്കിലും ആ പുസ്തകം ആവശ്യമുണ്ടെങ്കിൽ ഈ ടീമിൽ എനിക്ക് കോൺടാക്ട് ചെയ്യാം. താഴെ ഇരിക്കുന്ന നമ്പർ എന്നെ വിളിച്ചാൽ മതി. അല്ലെങ്കിൽ വെബ്സൈറ്റിൽ കോൺടാക്ട് ചെയ്യാം. ഇത് മൂലം ആ പുസ്തകം എനിക്ക് വാങ്ങാം. മറ്റ് പുസ്തകങ്ങളും അവൈലബിൾ ആണ്. അതുപോലെ തന്നെ വാട്സപ്പ് മൂലം നിങ്ങൾക്ക് വാങ്ങാം, അല്ലെങ്കിൽ വെബ്സൈറ്റ് ഉപയോഗിച്ചും നിങ്ങൾക്ക് വാങ്ങാം. നന്ദി, നമസ്കാരം. എന്തെങ്കിലും നിങ്ങൾക്ക് സംശയമുണ്ട്, എന്നെ കോൺടാക്ട് ചെയ്യണമെന്ന് നിങ്ങൾ വിചാരിക്കുവാണെങ്കിൽ താഴെ കൊടുത്തിരിക്കുന്ന മെയിൽ ഐ ഡിക്ക് നിങ്ങൾ മെയിൽ അയക്കാം. ഞങ്ങളുടെ ടീം നിങ്ങളൊപ്പം കോൺടാക്ട് ചെയ്യും. താങ്ക് യു.